ഫയർഫോഴ്സിലേക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് അതിൽ ജോയിൻ ചെയ്തതാണോ, അതോ PSC പരീക്ഷയൊക്കെ എഴുതി എന്ത് ജോലി കിട്ടിയാലും സ്വീകരിക്കാൻ തയ്യാറായിട്ട് ഇറങ്ങുകയായിരുന്നു? സത്യം പറഞ്ഞാൽ അന്നത്തെ സാഹചര്യത്തിൽ ഒരു ജോലി, ഒരു സർക്കാർ ജോലി അങ്ങനെ മാത്രം ആഗ്രഹിച്ചാണ് PSC അപ്ലൈ ചെയ്തതും എനിക്ക് ആ ജോലി ലഭിച്ചതും. പക്ഷേ വർഷങ്ങൾക്ക് നമ്മൾ നോക്കിയാൽ അതെൻ്റെ ഒരു ആവേശമായി മാറി ജോലി. ഫയർഫോഴ്സിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കാനില്ല. അത്ര ബഹുമാനം പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ജോബ് മറ്റൊന്നുമില്ല. ഏത് അത്യാഹിതം വന്നാലും എന്ത് സംഭവം ഉണ്ടായാലും ആദ്യം വിളിക്കുന്നത് ഫയർഫോഴ്സിനെയാണ്. ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരിശീലനം ആരംഭിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഈ പരിശീലനമൊക്കെ, അല്ലെങ്കിൽ എവിടെ വെച്ചായിരുന്നത്? എനിക്ക് കൊല്ലത്ത് വെച്ചായിരുന്നു ട്രെയിനിങ്. 4 മാസത്തെ ബേസിക് ട്രെയിനിങ് ആയിരുന്നു. അതായത് ഞാനൊരു ഡ്രൈവറായിട്ടാണ് സർവീസിൽ കയറിയത്. അതുകൊണ്ടാണ് എനിക്ക് 4 മാസം. അല്ലെങ്കിൽ 1 വർഷമാണ്. 6 മാസം ട്രെയിനിങ്ങും 6 മാസം സ്റ്റേഷൻ ട്രെയിനിങ്ങുമാണ് ഫയർമാൻ എന്ന കാറ്റഗറിക്കുള്ളത്. ഡ്രൈവർക്ക് കുറച്ചു കാലത്തെ പരിശീലനം മതി എന്നതിൻ്റെ കാരണം എന്നാ? ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഡ്രൈവറാണ്. അവരുടെ ജോബ് അവർ ഫിറ്റായിട്ടാണ് വരുന്നത്. ഓക്കെ. പഠിച്ച് ലൈസൻസ് എടുത്തിട്ടാണ് അവർ ഫയർഫോഴ്സിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഡ്രൈവിംഗ് പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉൾപ്പെടെ എടുത്താണ് നമ്മൾ സർവീസിൽ വരുന്നത്. ഈ 4 മാസത്തെ പരിശീലനത്തിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടത്? PT, പരേഡ്, അതായത് നമ്മുടെ ഫിസിക്കൽ, അതാണ് മെയിനായിട്ട് നോക്കുന്നത്. രണ്ടാമത് നമ്മുടെ അപ്ലൈൻസ് ഡ്രില്ലുകൾ, ഈ ലാഡറിൽ കൂടെ ആളിനെ എടുക്കുക, എടുത്തുകൊണ്ട് ഇറങ്ങുക, കയറുക, റോപ്പിൽ കൂടെ കയറുക, റോപ്പിൽ കൂടെ ഇറങ്ങുക. പിന്നെ ചെയർനോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമ്മൾ ഒരാളിനെ ഇരുത്തി ഇറക്കുന്നത് പോലെയാണ്. കസേരയൊന്നും വേണ്ട, കയറിൽ തന്നെയാണ് ചെയർനോട്ട് ഉണ്ടാകുന്നത്. അതിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുക തന്നെ ചെയ്യും. മുകളിൽ നിന്ന് നമ്മൾ ഇറക്കാൻ പറ്റും, കിണറ്റിൽ നിന്ന് ആളിനെ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സംവിധാനം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൻ തരുന്ന ഒരു ഭാഗം. അതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതായത് ബേസിക് ആയിട്ട് അറിയേണ്ട പരിശീലനങ്ങളൊക്കെ ഒരു ഫയർമാൻ അറിയേണ്ട അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിപ്പിക്കും. എല്ലാം ഒരുപോലെ തന്നെ, 2 ട്രെയിനിങ്ങും ഒരേപോലെ.